ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷാണ് അന്വേഷണത്തിന് നേതൃത്വം വഹിക്കുന്നത്. കവർച്ച നടത്തിയ ആളെ കണ്ടെത്തുന്നതിനായി അന്വേഷണം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. വിവരങ്ങളുമായി MS ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, ഈയൊരു കവർച്ചയിൽ കൂടുതൽ അന്വേഷണം ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. പ്രതിയിലേക്ക് എത്താനുള്ള എന്തെങ്കിലും തുമ്പുകൾ ലഭിച്ചിട്ടുണ്ടോ? അതായത് പ്രതി എങ്ങോട്ട് പോയി എന്നുള്ള കാര്യത്തിൽ ഇന്നലെ ഒരു സൂചന ലഭിച്ചെങ്കിലും ഇതുവരേക്കും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രതിയുടെ വാഹനവും കണ്ടെത്താനായി പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ പ്രതി പോയത് അങ്കമാലി ഭാഗത്തേക്കാണ് എന്ന് മാത്രമാണ് പോലീസിന് നേരത്തെ ലഭിച്ചിരുന്ന വിവരം. അത് ഒരുപക്ഷെ ഇതുവരേക്കും പ്രതിയെ കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ജില്ലയും സംസ്ഥാനവും വിട്ടു പോകാനുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നില്ല പോലീസ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തിന് പുറത്തേക്ക് ഉൾപ്പെടെ അന്വേഷണം വ്യാപിപ്പിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. അതായത് അങ്കമാലിയിലെത്തിയ പ്രതി ട്രെയിൻ മാർഗം രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കണമെന്നാണ് നിലവിൽ പോലീസ് പറയുന്നത്. കാരണം അങ്കമാലിയിൽ സ്കൂട്ടറിൽ എത്തിയ ശേഷം അവിടെ നിന്നും ട്രെയിൻ മാർഗം പോകാനായുള്ള സാധ്യതകൾ വളരെ ഏറെ ഉണ്ട് എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് പോലീസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ട്രെയിൻ മാർഗം രക്ഷപ്പെടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് സംസ്ഥാനം കടക്കാൻ തന്നെ കഴിയാവുന്ന തരത്തിൽ ആണ് കാര്യങ്ങൾ എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിഗമനം. അതേസമയം തന്നെ ഈ ജില്ലയിൽ തൃശ്ശൂർ ജില്ല വിട്ട് എറണാകുളം ജില്ലയിൽ പൂർണ്ണമായും നിരീക്ഷണം നടത്തുന്നുണ്ട്. അതായത് പ്രധാനമായും ആലുവ, പെരുമ്പാവൂർ മേഖലകളിൽ ഇയാൾ എത്തി എന്നുള്ളതിൻ്റെ ഒരു സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നു. പക്ഷേ അതും അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനകളിലും യാതൊരു വിധത്തിലുള്ള തുമ്പും ഈ പ്രതിയിലേക്ക് എത്തുന്ന തരത്തിലുള്ളത് ലഭിച്ചിരുന്നില്ല. അതേസമയം തന്നെ ഈ സമാന്തരമായി ഈ പ്രതിക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ലഭ്യമായിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ച് വരികയാണ്. പുറത്തുനിന്ന് ആരെങ്കിലും സഹായിക്കാതെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നേരത്തെ ഉള്ള ഒരു സഹായങ്ങൾ ലഭ്യമാകാതെ ഇത്തരത്തിൽ കൃത്യമായി ഒരു മോഷണം എങ്ങനെ നടത്തുമെന്നുള്ള ഒരു സംശയം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ വന്ന സമയം, അതേപോലെ ഇയാൾ ഹിന്ദിയാണ് സംസാരിച്ചത് എന്ന് പറയുന്നുണ്ടായിരുന്നു ബാങ്കിലെ ജീവനക്കാർ. ഒരുപക്ഷെ തെറ്റിദ്ധരിപ്പിക്കാനാണോ, ബാങ്കുമായി പരിചയമുള്ള അല്ലെങ്കിൽ സ്ഥലം കണ്ടുവച്ച് വന്ന ആളാണോ? ഇങ്ങനെ ധാരാളം സംശയങ്ങൾ പോലീസിന് മുന്നിൽ ഉണ്ട് അല്ലേ? തീർച്ചയായും പോലീസിന് ഒരുപാട് സംശയങ്ങളുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇതിൽ ഇത്രയധികം പണം ഉണ്ടായിട്ടും കുറച്ച് പണം മാത്രം എടുത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് 47 ലക്ഷം രൂപയോളം അവിടെ ഉണ്ടായിട്ടും ഏകദേശം 15 ലക്ഷം രൂപ, അതായത് 3 ബണ്ടിലുകളിലാക്കി വെച്ചിരുന്ന 3 കെട്ടാക്കി തിരിച്ചു വെച്ചിരുന്ന പണം മാത്രമാണ് എടുത്തത്. അത് തന്നെ പോലീസിന് ഒരു സംശയം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ഒരു പ്രൊഫഷണൽ കള്ളൻ അല്ല, ഒരു പ്രൊഫഷണൽ മോഷ്ടാവല്ല ഇത് എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു നിഗമനം. അതുകൊണ്ട് തന്നെ മോഷ്ടാവിനെ പിടിക്കുക അത്ര എളുപ്പമുള്ള കാര്യമായി തന്നെയാണ് അവർ കണക്കാക്കുന്നത്. കാരണം മറ്റ് ഈ കയ്യിൽ കിട്ടാവുന്ന പണം എടുത്തു പോവുകയാണെങ്കിൽ തന്നെ അതിൽ പകുതിയോളം പണം എടുത്തു പോകാനായ മോഷ്ടാവിന് കഴിയുമായിരുന്നു. പക്ഷേ 3 കെട്ട് മാത്രം എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു കാരണം അത് ഒരു അത്രയേറെ പണം മോഷ്ടിക്കാനെത്തിയ ഒരാളല്ല, പക്ഷേ ഒരു പ്രത്യേക ഇൻറ്റൻഷനോട് കൂടി മോഷണം നടത്താനായി എത്തിയ ആളാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. ഇന്നലെ തൃശ്ശൂർ റേഞ്ച് DIG ഹരിശങ്കർ ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ എത്തി ബാങ്കിലെത്തി പരിശോധന നടത്തിയിരുന്നു. ബാങ്ക് ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. അതിനോടൊപ്പം തന്നെ കൂടുതൽ ആളുകളിൽ നിന്നെല്ലാം തന്നെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. വഴിയിലുള്ള CCTV ക്യാമറകളൊക്കെ തന്നെ പരിശോധിച്ചിരുന്നു. പക്ഷേ ഇതുവരേക്കും പ്രതിയിലേക്ക് എത്താവുന്ന തരത്തിലുള്ള സൂചനകൾ ലഭ്യമായിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് ഈ പ്രതിയുടെ വാഹനം കണ്ടെത്താനുള്ള സാധ്യതയോ അതുപോലെ തന്നെ പ്രതിയിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളോ ഒക്കെ തന്നെ ലഭ്യമാകുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് പോലീസ് ഉദ്യോഗസ്ഥർ പ്രകടിപ്പിക്കുന്നത്.